ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കട്ടോ. അപ്പം ഇന്നത്തേത് ഒരു വ്ളോഗ് തന്നെയാണ്. നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങൾ, കാര്യങ്ങൾ, ഒന്ന് രണ്ട് റെസിപ്പീസ് ഒക്കെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒഴിവിനായിട്ട് നിന്ന് കണ്ടോ കേട്ടോ. പുതിയതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇന്നും പതിവ് പോലെ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലത്തെ സമയം മുതലാട്ടോ തുടങ്ങിയിട്ടുണ്ടായിന്. രാവിലെ അതാ പുറത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ നോക്കുമ്പോൾ ആ മഴൻ്റെ കാഠിന്യം ചെറുതായിട്ട് പോലും ഈ വീഡിയോയിൽ കാണുന്നില്ല കേട്ടോ. ചെറിയൊരു പാറ്റൽ മഴ എന്നല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയ്യുന്നുണ്ടായിന്. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, വീഡിയോ നോക്കുമ്പോൾ നല്ലൊരു വെയിൽ പോലെ കേട്ടോ തോന്നണേ. അപ്പോൾ നമ്മളെല്ലാ ഭാഗത്തും ഷീറ്റും അതും ഇതൊക്കെ ആയതുകൊണ്ട് മഴ നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റില്ല. പിന്നെയും കാണൽ ആ ഒരു ഭാഗത്തൂടെ മാത്രം കേട്ടോ. അപ്പം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പണ്ട് എന്നല്ല തീരെ ഉണ്ടാക്കി നോക്കാത്തൊരു ഐറ്റമായിരുന്നു വെള്ളപ്പം എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആർക്കോ ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലേ കേട്ടോ. ഈ വെള്ളപ്പം, ഉഴുന്ന് ദോശ എന്നൊക്കെ ഒരു പുളിയുള്ളൊരു കൂട്ടത്തിലല്ലേ ഇഡ്ഡലി, അങ്ങനത്തെ ഐറ്റംസൊന്നും ഇവിടെ വലിയൊരു താല്പര്യമില്ലേന്ന് കേട്ടോ. പക്ഷെ നമ്മളിപ്പം ഉണ്ടാക്കി തുടങ്ങിയപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമായിട്ട് ഈ വെള്ളപ്പം മാറി. പിന്നെ നമുക്ക് ഉണ്ടാക്കാനും ഒന്നുകൂടി എളുപ്പമാണല്ലോ. നമ്മൾ കലക്കി ദോശനൊക്കെ ഒരു ഐറ്റം പോലെ നമ്മൾ രാത്രി റെഡിയാക്കി വെച്ചാൽ നമുക്ക് രാവിലെ ഏറ്റവും എളുപ്പമുള്ളൊരു ഐറ്റം പോലെ ആയിട്ട് ഇപ്പോൾ ഈ വെള്ളപ്പം നമുക്ക് അങ്ങനെ തോന്നണേ. അങ്ങനെ ഇന്നും വെള്ളപ്പാട്ടം ഉണ്ടാക്കണേ. ഇതിലേക്ക് നമ്മൾ എന്തെങ്കിലും കുറുമായിട്ട് അങ്ങനത്തെ കറികളല്ലേ ഒന്നും കൂടി രസം ഉണ്ടാവുക. പക്ഷെ അതിനുള്ള ഒരുക്കങ്ങളൊന്നും നമ്മൾ തലേദിവസം രാത്രി കടല അങ്ങനെയൊന്നും ഇട്ട് വെച്ചിട്ടില്ലേന്. അപ്പം ഇന്ന് വേഗത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കണേ. തേങ്ങാ ചട്നി ഇല്ലേ, നമ്മൾ സാധാ തേങ്ങാ ചട്നി, അതും കുറേശ്ശൊക്കെ ഇഷ്ടമാണ്. കഴിഞ്ഞ തവണ നമ്മൾ വറ്റൽ മുളകിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് വല്ലാണ്ട് അങ്ങ് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഇന്നിപ്പം നമ്മൾ നോർമൽ ചട്നി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ വെള്ളപ്പം ചുടുണ്ട്. അതങ്ങനെ ചട്നീൻ്റെ പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ. അതിലേക്കുള്ള തേങ്ങ അങ്ങനെ ചിരുകിയെടുക്കുന്നുണ്ട്. വേറെ മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും പിന്നെ അതിലേക്ക് വല്ലാണ്ട് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ചട്നി വേഗത്തിൽ അങ്ങ് റെഡിയാക്കി എടുക്കണേ. അപ്പം ചട്നിയിലേക്ക് സാധാ ഐറ്റംസ് തന്നെയാണ് ചേർത്തെടുക്കണേ. തേങ്ങയും പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അങ്ങനെയൊക്കെ ചെറിയുള്ളിയൊക്കെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ചട്നി ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ ഇതങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് അതിലേക്ക് കടുക് ചേർത്തെടുക്കുന്നുണ്ട്. കടുക് ചേർത്തെടുത്ത് കറിവേപ്പിലയും ചേർത്തെടുത്ത് നമ്മളെ ഈ അരപ്പും കൂടെ അങ്ങ് ചേർത്തെടുത്താൽ നമ്മൾ ചട്നി അങ്ങ് റെഡിയാക്കി കിട്ടുമല്ലോ. അങ്ങനെ വെള്ളപ്പവും കുറച്ച് അധികമായിട്ട് അങ്ങനെ ചുട്ടെടുത്ത് ചട്നിയൊക്കെ റെഡിയായി കഴിഞ്ഞ് ചായ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കട്ടോ. അപ്പം ഇന്നിപ്പം ഞാൻ ഒറ്റക്കാട്ടോ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അമ്മ അങ്ങനെ തൈറോയിഡിൻ്റെ ഗുളിക കുടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അമ്മ ചായ കുടിക്കുക. അത് കുടിച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ചായ കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കുക. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചട്നിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഐഫൊക്കെ എണീറ്റ് വന്നിട്ടോ. അവൻ എണീറ്റ് വന്നാൽ ഇതിപ്പോൾ വിളിക്കുന്ന സമയത്ത് രാവിലെ ഡ്യൂട്ടിക്ക് പോണതിൻ്റെ മുന്നായിട്ട് അങ്ങനെ വിളിക്കും കേട്ടോ. അപ്പം ഓനിതാ തലേ ദിവസം രാത്രി പേപ്പർ കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഓനക്കെതിലും. അപ്പം അതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ അമ്ലു മദ്രസൊക്കെ വിട്ട് വന്ന് ഉള്ളത് മദ്രസ വിട്ട് വരുമ്പം എല്ലാവരും കൂടെ ഇങ്ങനെ സലാം പറയും. നമ്മളിപ്പോൾ വീട്ടിൽ ആരൊക്കെയാണുള്ളത് ഓരോട് എല്ലാവരോടും ഓളിങ്ങനെ സലാം പറയട്ടോ. ഒക്കെ അതിപ്പോൾ ഇങ്ങനെ ശീലമായിപ്പോയി. ഇപ്പം നമ്മളിപ്പോൾ എവിടെയാണെങ്കിലും അവിടെ വന്നിട്ടോള് സലാം പറയും. നമ്മളിപ്പം കിച്ചണിലോ പുറത്തോ എവിടെയൊക്കെ ആണെങ്കിലും ഓളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ സലാം പറയട്ടോ. അങ്ങനെ അമ്ലു ഓളാം മദ്രസിലെ കുറേ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഐവും അങ്ങനെ തന്നെ, അവനക്ക് നല്ല മൂടൊക്കെ ആണെങ്കിൽ കുറേ നേരം ഓൻ്റേതായ ഇതിലിങ്ങനെ സംസാരിക്കും. അപ്പം സംസാരിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഓരോ സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ. അപ്പം ഓരോന്ന് ചോദിക്കുന്നതിനും ഓൻ്റേതായ രീതിയിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഓരോ കളികൾ കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പം അത് ശരിക്കൊരു സങ്കടം തന്നെ. അവരാണെങ്കിൽ പെട്ടെന്ന് വലുതാകുന്ന പോലെയല്ലേ മക്കൾ. ഇപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോൾ വലുതാകുന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്നല്ലേ അവരങ്ങനെ വലുതായി പോവുക പോലെ. കളികൾ ഈ പ്രായം അങ്ങ് കഴിഞ്ഞു പോയാൽ നമുക്ക് ഈ പ്രായം പിന്നെ കിട്ടില്ലല്ലോ. വലുതായി പോയാൽ നമുക്കോലെ കൂടെ നിൽക്കാനും ഇങ്ങനത്തെ കളികളൊന്നും കളിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അമ്മ ഈ പ്രവാസം എന്ന് പറയുന്നൊരു പ്രയാസം പോലെ തന്നെ തോന്നും. ഫോണിലൂടെ അല്ലേ നമുക്ക് മക്കളെ കളികളായാലും ഓലെ സംസാരമായാലും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാകുക.
പക്ഷെ എങ്ങനെയൊക്കെ ആയാലും ഓൾക്കിങ്ങനെ ഉപ്പമാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണല്ലോ ഏത് മക്കൾക്കായാലും. ഇപ്പോൾ കൂടെ ഇല്ലെങ്കിലും അടുത്തില്ലെങ്കിലും ഒക്കെ എപ്പോഴും ഒരു അധികമായിട്ട് ഉമ്മമാരെക്കാളും ഒരു അധികം ഇഷ്ടം ഉപ്പമാരോട് ഏത് സമയത്തായാലും ഓൾക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇന്നിപ്പം അമ്ലുവിന് സ്കൂള് ഒക്കെ ഉള്ളൊരു ദിവസം കേട്ടോ. അപ്പം ഓക്കിതാ നമ്മൾ പൊട്ടറ്റോ അങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുക. നമ്മളെ സ്കൂൾ കാലത്തിലൊക്കെ കൂടുതലും ഒരു ഉള്ളിപ്പേരിയും ഒരു മുട്ട പൊരിച്ചതും അങ്ങനത്തെ ഒക്കെ ഓരോരോ ഐറ്റംസിൽ നമ്മൾ കൂടുതലും കൊണ്ടുപോയിട്ടുണ്ടാകുക. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതിൽ കൂടുതലായിട്ടും ഒന്നെങ്കിൽ പൊട്ടറ്റോ അല്ലെങ്കിൽ സോയാബീൻ അല്ലെങ്കിൽ ചിക്കനോടൊക്കെ ഒരു വലിയൊരു താല്പര്യമില്ല കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കും, എന്നാലും സ്കൂളിലേക്ക് എല്ലാ ദിവസവും അങ്ങനെ കൊടുത്തു വിടാറൊന്നുമില്ല. അപ്പം അങ്ങനെ അവൾ സ്കൂളിലൊക്കെ പോയി അതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ഇന്നിപ്പോൾ നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ കേട്ടോ. ചോറൊക്കെ നേരത്തെ വെന്ത് ഊറ്റിയതിൻ്റെ ശേഷമാണ് പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്നത്. ഇന്നിപ്പോൾ തേങ്ങ ഒന്നും അരച്ച് ചേർക്കാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു പരിപ്പ് കറി കേട്ടോ ഉണ്ടാക്കണേ. ഇതിലേക്ക് കഞ്ഞിവെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ തക്കാളി ചേർക്കുന്നുണ്ട്, ഒരു 2-3 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അങ്ങനെ ചേർത്തെടുക്കുക, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു മഞ്ഞ കളറ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങനെ ചേർത്തെടുക്കാം. അതിൻ്റെ ഇടയിൽ മീൻ കറിൻ്റെ പരിപാടികളും അങ്ങനെ അങ്ങ് നടക്കുന്നുണ്ടായിനി. ഇനിയിപ്പം നമ്മളെ പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് മറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കുറച്ച് കൂടുതലായിട്ട് തന്നെ വെളിച്ചെണ്ണ വെച്ചെടുത്ത് അതിലേക്ക് നമ്മൾ സാധാരണ തേങ്ങ കരച്ച് ചേർക്കുമ്പോൾ കടുകല്ലേ ചേർത്തെടുക്കുക. അതിന് പകരമായിട്ട് ഇന്നിപ്പം ചെറിയുള്ളി കേട്ടോ ചേർത്തിട്ടുണ്ടായിന്. ഒരു 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങനെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആ ചെറിയുള്ളി നല്ലോണം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊന്നും വേണ്ട കേട്ടോ, 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും മുളക് പൊടി ചേർത്തിട്ട്. ആ മുളക് പൊടീൻ്റെ ആ ഒരു പച്ചമണമല്ലേ അതൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം വെന്തൊക്കെ ഉടഞ്ഞിട്ടുള്ള പരിപ്പില്ലേ, നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പരിപ്പ് ഇതിലേക്ക് അങ്ങനെ ചേർത്തെടുക്കുക. പരിപ്പ് നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിൽ കുതിർത്തൊക്കെ വെച്ചാൽ ഒന്നുകൂടെ എളുപ്പമാണ്, വേഗത്തിൽ അങ്ങനെ വെന്ത് കിട്ടുമല്ലോ. നമ്മളെ കറിയൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിന്. മീൻ കറി ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ വെത്തലില്ലേ, ചെറിയ വെത്തൽ, അപ്പം പരൽ എന്നൊക്കെ പറയും, അത്ര കുഞ്ഞു മീനുണ്ടാവില്ലേ, അപ്പം അതാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പം അതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ അതാകുമ്പോൾ വലിയ പണികളൊന്നും ഇല്ലല്ലോ, വേഗത്തിൽ അങ്ങ് റെഡിയാക്കി കിട്ടുമല്ലോ. അപ്പം അതും കൂടെ അങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്. മീൻ കറിയും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ട് അതിങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തേക്കുള്ള ഒരുവിധം ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനിയാണ് കേട്ടോ നമ്മളെ കിച്ചണിലെ യഥാർത്ഥ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളെ ക്ലീനിങ്ങിൻ്റെ പരിപാടി. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുക. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുമായിട്ട് നല്ലോണം തെറിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പം മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ ടൈൽസിൻ്റെ ഏതൊക്കെ ഭാഗത്ത് എത്തിയെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. മുകളിലും തായും എല്ലാ ഭാഗത്തും ഒക്കെ തെറിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. ഭയങ്കര ഡീപ്പ് ക്ലീനിങ് അല്ല, എന്നാലും എല്ലാ ദിവസവും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ തന്നെ ഗ്യാസ് ചെറുതായിട്ടൊക്കെ ഒന്ന് നമ്മൾ ഏത് ലിക്വിഡാന്ന് അത് വെച്ചൊന്ന് തുടച്ചെടുക്കും. അതേപോലെ തന്നെ ടൈലിൻ്റെ ആ ഭാഗങ്ങളൊന്ന് തുടച്ചെടുക്കും കേട്ടോ. പിന്നെ ഗ്യാസിൻ്റെ അടിഭാഗവും സൈഡ് ഭാഗവും ഒക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകിയിട്ട് അങ്ങനെ തുടച്ചെടുക്കുക. അപ്പം ടൈലിലാണ് കേട്ടോ അങ്ങനെ നല്ലോണം ഉണ്ടാവുക. അതിൻ്റെ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നല്ലോണം ഉണ്ടാവും. നമ്മളിപ്പം കുക്കിംഗ് ഒന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അടുപ്പത്തു നിന്നല്ല ഉണ്ടാക്കൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ ഗ്യാസിൻ്റെ ഈ ഭാഗത്ത് വല്ലാണ്ട് അങ്ങോട്ട് ബാധിക്കലില്ല. അപ്പം ഇന്നിപ്പം ഫുള്ളായിട്ട് ഗ്യാസിൽ തന്നെ ആയതുകൊണ്ട് ഈ ഒരു ഭാഗം നല്ലോണം അത്യാവശ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തെറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുക. അപ്പം ക്ലീനിങ് തുടങ്ങിയാൽ പിന്നെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ ഏരിയ ഒന്ന് തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ ആ രീതിയിലേക്ക് അങ്ങനെ അങ്ങ് പോവലാണ്. മൊത്തത്തിൽ അങ്ങനെ ഒന്ന് തുടച്ചിടും. ഇവിടെ അപ്പം കുറേ ഭരണികളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഉപ്പും അങ്ങനത്തെ ഒരു ഐറ്റംസ് ആട്ടോ അതിൽ കൂടുതലും അങ്ങനെ ഇട്ട് വെക്കൽ. അപ്പം ഉപ്പൊക്കെ നമ്മൾ വേഗത്തിലെടുക്കണമല്ലേ. അപ്പം ഇപ്പോൾ കറിയൊക്കെ തളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കറീൻ്റെ ആ ഒരു സമയത്തോ അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ നമ്മളിങ്ങനെ നമ്മളെ കയ്യിൽ എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ
എങ്ങനെയായാലും നമ്മളെ കൈ അങ്ങനെ സ്പർശിച്ചിട്ട് ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അപ്പം കിച്ചണിലെ ഒരുവിധം പരിപാടികളും കലാപരിപാടികളൊക്കെ ഇന്നത്തേതങ്ങ് അവസാനിപ്പിച്ചിട്ട് നേരതാ ഞാൻ ഐബുവിൻ്റെ അടുത്തേക്ക് വന്നതാ. ഓൻ്റേതായ ഓരോരോ കളികളിലായിട്ട് വന്ന്. അപ്പം ഓനക്കിങ്ങനെ പാട്ടൊക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കലും അങ്ങനത്തെ ഒക്കെ ഓരോ പണികളിലാട്ടോ. പിന്നെ കിച്ചണിൽ നിന്ന് സ്റ്റൂളൊക്കെ എടുത്തുകൊണ്ട് വന്ന് നിരത്തി ഇങ്ങനെ വെച്ചിന്. എനിക്ക് കുറച്ച് മുന്നേ സ്ഥിരമായിട്ട് കളിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഇതിൽ അങ്ങനെ ഓർമ്മയായിട്ട് കൊണ്ടുപോയി വെച്ചാൽ. അല്ലെങ്കിൽ ഓനിങ്ങനെ സ്റ്റൂള് വെച്ച് അതിൻ്റെ മേലെ കയറി നിന്ന് ചുമരിലിങ്ങനെ പെയിൻ്റ് അടിക്കാനും പെയിൻറ്റ് പണിക്കാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഓരോ കളികളൊക്കെ ചെയ്യലുണ്ടായിന്. ഇന്നിപ്പം വേറോരോ പരിപാടികളാട്ടോ. അപ്പം ഡാൻസ് കളിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റെപ്പൊക്കെ ഇട്ട് കൊടുത്താൽ ഓനത് നോക്കിയിട്ട് അങ്ങനെ കളിക്കിട്ടോ. ഫുൾ ഓണേന്. അപ്പം എപ്പോഴും ഒരു കളിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും കൂടെ ഉണ്ടാകുമ്പോൾക്ക് ഒന്നും കൂടെ ഒരു ഇഷ്ടമാണല്ലോ. പിന്നെ വലിയ പ്രായമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന പോലെ തോന്നും നമുക്ക്. എത്ര പെട്ടെന്ന് അവരൊക്കെ ഇപ്പം ഉണ്ടായിട്ടുള്ളൂ, പെട്ടെന്ന് അങ്ങ് വലുതായ പോലൊക്കെ ഫീൽ ചെയ്യില്ലേ. അപ്പോൾ മാക്സിമം നമ്മളിപ്പോൾ എന്തൊക്കെ പണികളും ഇതൊക്കെ കഴിഞ്ഞാലും കുറച്ച് നേരമൊക്കെ ഓലെ കൂടെ നിൽക്കുന്നവർക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരിക്കും. ഇപ്പം അല്ലുവിൻ്റെ കേസിൽ അങ്ങനെ കേട്ടോ. അവൾക്ക് നമ്മളാരെങ്കിലും കൂടെ ഇരുന്നെടുത്തിട്ട് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓലേതായ ഇതിൽ തന്നെ നമ്മൾ നിന്നെടുത്താൽ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പം ഇപ്പം സ്കൂളും അങ്ങനത്തെ ഒക്കെ ഒഴിവുണ്ടെങ്കിലും ഓൾ മെയിനായിട്ട് ടീച്ചറെ കുട്ടിയും അങ്ങനെയൊക്കെ ഓരോന്ന് കളിക്കുമ്പോൾ ഓർക്ക് നമ്മൾ പഠിപ്പിച്ചെടുക്കുന്ന പോലെ തന്നെ ഓളേതായ ഓരോ കാര്യങ്ങൾ എനിക്കും സ്ലേറ്റിലൊക്കെ എഴുതി ഓൾ ടീച്ചറായിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിച്ചു തരും കേട്ടോ. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓൾക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അതേപോലെ തന്നെ നമുക്കും ഓരോ കൂടെ നിൽക്കുക എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടും ചെയ്യുമല്ലോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.